ഈശോയെ ഞാൻ ചെറുപ്പം തുടങ്ങി എനിക്ക് ബുദ്ധിയും ഇതും വയ്ക്കുന്ന അന്ന് മുതൽ പ്രണയിച്ചു തുടങ്ങാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ ജനിച്ച് ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ തൊട്ട് മുന്നിലെ സ്കൂളായതുകൊണ്ട് മാതാവിൻ്റെ മടിയിൽ കിടക്കണ ഉണ്ണീശോ ആയിട്ട് ടാബ്ലുമായിട്ട് എന്നെ 3, 4, 5 പ്രാവശ്യം എടുത്തുകൊണ്ട് പോയി അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ആ പ്രായത്തിൽ കയ്യും കാലും ഇളക്കാതെ ടാബ്ലോ ആയിട്ടിരിക്കുക, ഒരു മാതാവിൻ്റെ വേഷം കെട്ടിയ ഒരു സ്ത്രീയുടെ മടിയിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മടിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ കാഴ്ചയായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അന്ന് തുടങ്ങി ഈശോ എൻ്റെ ഉള്ളിൽ കയറുകയാണ്. കാരണം എന്നെ ഉണ്ണീശോ ആയിട്ടാണ് അവിടെ കൊണ്ടുപോയി ഇരുത്തണത്. അങ്ങനെ 3, 4, 5 പ്രാവശ്യം ആ ടാബ്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ അനിയത്തി ജനിച്ചപ്പോൾ അനിയത്തീനെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ അവൾ കൈ കാലിട്ട് ഇളക്കി. അപ്പോൾ ടാബ്ലോ പൊളിഞ്ഞു പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് വകുപ്പ് വേറെയാണ്, മേമിയുടെ പോലെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് നിങ്ങൾ ഈ രണ്ടാമത്തെ കുട്ടീനെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അത്ഭുതം വരെ ഞാൻ ഈ ഉണ്ണീശോ ആയിട്ടാണ് മാതാവിൻ്റെ മടിയിലിരിക്കണേ. സ്റ്റേജിലാണ്, ഓഡിയൻസിനെ ഫേസ് ചെയ്യണം. അത് കഴിഞ്ഞ് എനിക്ക് നിൽക്കാൻ പാകമായപ്പോൾ ഒരു 2 വയസ്സൊക്കെ ആയിരിക്കണം. 2 വയസ്സായപ്പോൾ എനിക്ക് നിൽക്കാനും നടക്കാനൊക്കെ പറ്റുന്ന സമയത്താണ് അവർ അടുത്ത ടാബ്ലോയ്ക്ക് എന്നെ എടുത്തുകൊണ്ട് പോവാറ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രേഗിലെ ഇൻഫൻറ്റ് ജീസസ് അല്ലെങ്കിൽ പ്രേഗിലെ ജീസസ്, പ്രേഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, PRAGUE. അപ്പോൾ ആ പ്രേഗിലെ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഡ്രസ്സ് ഉടുപ്പുണ്ട്. അത് കഴിഞ്ഞ് ഒരു വിരൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം, ഒരു കയ്യിൽ ഗോളം തരും, ഏർത്തുനിന്ന് ഭൂമി എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയാണ് ഈ 2 വയസ്സുള്ള കുട്ടി, വെറും നിൽക്കാൻ പറ്റുന്ന കുട്ടി, മേശമ കയറ്റി നിർത്തുകയാണ്. അപ്പോൾ അത് ടാബ്ലോ ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, അത് പകച്ചത് കൊണ്ടായിരിക്കും. അങ്ങനെ കർട്ടൻ അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ മുന്നിൽ മുഴുവൻ ആൾക്കാർ ഇരിക്കുകയാണ്. ഞാൻ ഈ ഒറ്റ കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ടേബിളുമ്മ നിൽക്കുകയാണ്. പക്ഷേ ഈ ഞങ്ങൾ ശാലക്കാരെന്ന് പറയും ഓർഫനേജിലെ കുട്ടികളെ. അപ്പോൾ ഒരു വിരിയൊക്കെ ഇട്ടിട്ട് 1, 2 ഓർഫനേജിലെ കുട്ടികൾ ബാക്കിലിരുന്നിട്ട് എൻ്റെ കാലുമ്മ പതുക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് ഓഡിയൻസിനെ കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അതൊരു ഓർമ്മ എന്താ, കേർട്ടൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അവരെന്നെ എടുത്തു പൊക്കിയതായിട്ട്. അതുകൊണ്ടാണ് ആ ഒരു രംഗം എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ബാക്കി പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിഷപ്പൊക്കെ വന്നിരിക്കുകയായിരുന്നു. ഈ ടാബ്ലോ കഴിഞ്ഞിട്ട് എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് അമ്മ ഫ്രണ്ടിലിരിക്കുന്ന അമ്മയുടെ മടിയിൽ കൊണ്ട് അതേ ഉടുപ്പോട് കൂടി ഇരുത്തിയപ്പോഴാണ് ബിഷപ്പിന് ഇത് ശരിക്കും മനുഷ്യക്കുട്ടിയാണ്, ബിഷപ്പ് വിചാരിച്ചത് ടാബ്ലോ വെച്ചതാണെന്നാണ്. ഇത്രയും ചെറിയ കുട്ടി ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുമോ എന്നുള്ളത് ബിഷപ്പ് എന്നിട്ട് പറഞ്ഞു, അന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞു അമ്മ. ഈ കുട്ടി അനുഗ്രഹീതയാണ്, ഈ മാതാപിതാക്കളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയും എൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നുണ്ടാവുക. പിന്നെയാണ് ജീസസ് പ്രണയം. അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ വരുന്നത് 6ലും 7ലുമുള്ള സിസ്റ്റർ മൈക്കിൾ. ഭയങ്കര സ്നേഹമാണ്. അന്നൊക്കെ ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ് കേട്ടോ. അന്ന് സിസ്റ്റർക്ക് ഭയങ്കര സഹതാപമാണ് എന്നോട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വിറ്റാമിൻ ഗുളികകളൊക്കെ എനിക്ക് തരും. എന്നിട്ട് അമ്മോട് പറയും, ഇവൾക്ക് പാല് കുടിക്കാൻ കൊടുക്കണില്ലേ. അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ചാൽ രാത്രി ഒരു മൊട്ടച്ചിയമ്മാമ എന്ന് ഞങ്ങൾ പറയാം, ഒരു അമ്മാമ്മയുണ്ട് വേലക്കാരിയായിട്ട്. അപ്പോൾ മൊട്ടച്ചിയമ്മാമ രാത്രി ആകുമ്പോൾ പാല് തിളപ്പിച്ചിട്ട് എല്ലാവർക്കും ഓരോ ഗ്ലാസ് കൊടുക്കണം. അമ്മാമ്മയ്ക്ക് എന്നോട് പ്രത്യേക സ്നേഹമാണ്. എനിക്ക് മാത്രം 2 ഗ്ലാസ് തരും, 2 ഗ്ലാസ് പാല് രാത്രി. അപ്പോൾ അമ്മയൊക്കെ നോക്കിയിട്ട് പറയും, എന്തൊരു കഷ്ടമാണ്, ഇതൊരു പെൺകുട്ടിയാണ് വളർന്നു വരണേ, ഇതിന് 2 ഗ്ലാസ് പാലൊക്കെ കൊടുത്താലേ എങ്ങനെ ഇരിക്കും എന്ന് അമ്മ വ്യസനിക്കാറുണ്ട്. കാരണം വല്ലാതെ ശരീരം വന്നാലും പ്രശ്നമാണല്ലോ. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ ഇതുപോലെ, ഇവളെന്താ ക്ഷീണിച്ചിരിക്കണേന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ക്ഷീണിച്ച് ഇരിക്കണ കണ്ടിട്ട് 11 മണിക്ക് ഇൻ്റർവെൽ സമയമാകുമ്പോൾ എന്നെ വീട്ടിലേക്ക് വിടും. അമ്മേൻ്റെ അടുത്ത് 1 ഗ്ലാസ് പാല് തരാൻ പറയും. അപ്പോൾ അമ്മ, ഇനി സിസ്റ്റർ പറഞ്ഞതല്ലേ, ഇനി പാല് കൊടുത്തില്ലെങ്കിൽ അവിടെ ഒന്ന് ചോദിച്ചാൽ ഇനി വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് അപ്പോഴും 1 ഗ്ലാസ് പാല് തരും. അങ്ങനെ ഒരു ദിവസം മിനിമം 3 ഗ്ലാസ് പാല് കുടിച്ചിട്ടാണ് ഞാൻ വളർന്നത്. അന്നൊക്കെ മെലിഞ്ഞ് ഞാൻ ഈശോയോട്, പലരും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പലരും പറയും, ഇതെന്താ ഈ കുട്ടി രോഗിയാണോ, ഈ കുട്ടിക്ക് കണ്ണാടിയുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ കണ്ണാടി വെച്ച് തുടങ്ങി. അപ്പോൾ ഈ കുട്ടിക്ക് കണ്ണാടിയുണ്ട്, പിന്നെ ഈ കുട്ടി മെലിഞ്ഞു ഇരിക്കണ്ടല്ലോ, മറ്റുള്ളവരെ പോലെ അല്ലല്ലോ, ഇതെന്താ രോഗിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ വിചാരം ഞാൻ ഭയങ്കര രോഗിയാണല്ലോ, അതാണ് വണ്ണം വയ്ക്കാത്തതെന്ന്. അപ്പോൾ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോ ഇച്ചിരി വണ്ണം തരുമോ. അത് ചോദിച്ചപ്പോൾ അധികം തന്നുപോയി. ഇനി ഞാൻ എന്താ പറയുക, എനിക്കൊന്ന് വണ്ണം കുറച്ച് തരുമോ എന്ന് പറയാനായിട്ട് എനിക്ക് വിഷമമുണ്ട്. ഇപ്പം ഞാൻ ഡയറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കിലോ കുറയ്ക്കുമ്പോഴും അന്ന് ഞാനൊരു ചോദ്യം
ചോദിച്ചതാണ്, ഈശോ ഇച്ചിരി വണ്ണം തരുമെന്ന്. അത് ഇത് കേട്ട് വിഷമിച്ചിട്ടാണ്. എൻ്റെ പഴയ ഫോട്ടോകൾ കണ്ടറിയാം ഞാൻ മെലിഞ്ഞിട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഈശോ ഇങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചിടിച്ച് കയറുമായിരുന്നു. പിന്നെ ഈശോ ആണ് എൻ്റെ സന്തത സഹവാസി. എവിടെ പോയാലും എല്ലാ കാര്യങ്ങളും ഈശോയോട് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇടിവെട്ടൊക്കെ വരുമ്പോൾ എൻ്റെ വിചാരം, അയ്യോ ഞാൻ മരിച്ചു പോവോ, ഇടിവെട്ടും മിന്നലും വന്നാൽ പേടിയെന്നൊരു വാക്ക് വീട്ടിൽ പറയാൻ പാടില്ല. അമ്മയ്ക്കത് കേൾക്കാൻ പറ്റില്ല. അമ്മ വഴക്ക് പറയും. പേടിയെന്ന് പറയാൻ പാടില്ല ആരും. ഒറ്റ മക്കളും പേടിയിൽ വളരരുത്. അപ്പോൾ എനിക്ക് പേടി വന്നാലും ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞാൻ നല്ല കുട്ടിയാവട്ടെ, ഇനി ഒരു തെറ്റും ചെയ്യില്ല, എന്നെ ഇപ്പം മരിപ്പിക്കല്ലേ, കാരണം അപ്പം മരിച്ചാൽ നരകത്തിൽ പോകുന്നുള്ള പേടിയാണ്. അത്രയും ഒരു 365 days 24 hours ജീസസ് ജീസസ് ജീസസ്, ഒരു ഈശോമയം. അപ്പോൾ ആ കുട്ടിയാണ് ഈ വളരുന്നത്. ഫാഷൻ ഉണ്ട്, നല്ല ഡ്രസ്സ്. അപ്പോൾ എന്നെ ഒരിക്കൽ സൗണ്ട് ഓഫ് മ്യൂസിക് കാണാൻ കൊണ്ടുപോയി. കാരണം കന്യാസ്ത്രീ ആവണമെന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു സൗണ്ട് ഓഫ് മ്യൂസിക് കണ്ടാൽ അവളുടെ ആ പൂതിയൊക്കെ മാറുമെന്ന്. അപ്പോൾ അങ്ങനെ സിനിമ കാണാൻ കൊണ്ടുപോയി. പക്ഷേ സിനിമയൊക്കെ ഞാൻ ആസ്വദിക്കും, പക്ഷേ ഈശോയെ വിട്ടൊരു കളിയില്ല. മഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാനൊരു കണ്ണൂർ ഒരു പ്രസംഗത്തിന് പോയി. ട്രെയിനിൽ കയറാൻ നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, എന്നാലും ഈശോയെ വിടില്ല അല്ലേ? ഞാൻ പറഞ്ഞു, അത് വിടില്ല. ഈവൺ എൻ്റെ പേര് മേമി എന്നുള്ള പേര്, അത് മേരി എന്നുള്ള പേരിൻ്റെ ആണല്ലോ. പക്ഷേ ആ മേമി എന്നുള്ള പേര് പോലും സിസ്റ്ററാക്കുമ്പോൾ ജസ്മി എന്നാക്കിയത് ജീസസ് ആൻഡ് മീ. സ്പെല്ലിങ് പോലും JESME എന്നാണ്. IU അല്ല YU അല്ല, MIU അല്ല MYU അല്ല, ME ആണ്. ഇപ്പോൾ ചിലർ മലയാളത്തിൽ ജസ്മേ എന്ന് വായിക്കും. പക്ഷേ ഞാൻ ജീസസ് ആൻഡ് മീ, ഈശോയും ഞാനും. അപ്പോൾ ഒരിക്കൽ പേര് നിങ്ങൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടൊരു വൈദികന് ക്ലാസ് എടുക്കുമ്പോൾ, സൈക്കോളജി പഠിപ്പിക്കുന്ന അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എല്ലാവരോടും എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജസ്മി, ജീസസ് ആൻഡ് മീ. ഒന്ന് ഞങ്ങളെയും കൂടി കൂട്ടുമോ അതിൽ? അതിൽ ഞാനും ഈശോയും മാത്രമല്ലേ, ഞങ്ങളെയും കൂടി അതിൽ കൂട്ടുമോ ആ പേരിലെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചു. പക്ഷെ ഞാൻ ആലോചിച്ചു, ആ മീനെ പ്ലൂറലാക്കിയാൽ അസ് എന്നാണ്, എല്ലാവരെയും കൂട്ടിയാൽ വീണ്ടും അത് ജീസസ് ആവും. ജസ്മി എന്നുള്ളത് മീ എന്നുള്ളതിനെ പ്ലൂറലാക്കി അസ് എന്ന് എഴുതിയാൽ JESUS, അപ്പോൾ വീണ്ടും അത് ജീസസ് ആവും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നാൽ വീണ്ടും ജീസസായി. അങ്ങനെ ഒരു ജീസസ് മയത്തിൽ ജീവിച്ചൊരു വ്യക്തി. അപ്പോൾ പ്രണയം പോലും അത് തന്നെയാണ്. അപ്പോൾ കന്യാസ്ത്രീ ആവാൻ പോയപ്പോഴും എൻ്റെ വിചാരം അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സും ജീസസിനെ പ്രണയിക്കുന്നവരാവുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. സിസ്റ്റർ പെരിഗ്രീൻ ഒരു ജീസസ് പ്രണയം തന്നെയാണ്. കവിതകൾ എഴുതും, അസലായിട്ട് കവിതകൾ എഴുതും, നല്ല കവിതകളാണ്. പക്ഷേ ആ സിസ്റ്ററിനെ പോലെ ഞാൻ വളരെ കുറച്ച് പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളൂ ഇങ്ങനെ ജീസസിനെ പ്രണയിക്കുന്നവരെ. എൻ്റെ വിചാരം എല്ലാ സിസ്റ്റേഴ്സും 30 പേരൊരു മഠത്തിലുണ്ടെങ്കിൽ 30 പേരും അങ്ങനെയാണെന്നാണ്. പക്ഷെ അല്ല, പരിഹസിക്കുകയൊക്കെ ചെയ്യും. നമ്മളിങ്ങനെ ജീസസ് മയമായി നടക്കുമ്പോൾ കമൻ്റ് അടിക്കുന്ന ചെറുക്കന്മാരെ പോലെ ചില സിസ്റ്റേഴ്സ്, അവളൊരു ഈശോയുടെ ആൾ എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു, പിന്നെ ഇവരാരാ? അപ്പോൾ എന്തൊക്കെയോ ഞാനൊരു കാൽപ്പനിക ലോകത്തിലായിരിക്കാം ജീവിച്ചത്, ഒരു റൊമാൻറ്റിക് ജീവിതത്തിൽ. അത് എനിക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എനിക്കിപ്പോൾ ആരെയും പ്രണയിച്ചില്ലേ എന്നൊക്കെ പലരും ചോദിക്കും. ചിലപ്പോൾ ചില നല്ല മീശയുള്ള നല്ല ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു പ്രണയം നമുക്ക് തോന്നും, നമ്മളും മനുഷ്യരല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ ആരോടെങ്കിലും ഇത്തിരി സ്നേഹം കൂടി വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ, എൻ്റെ ദൈവമേ, എൻ്റെ വഴി തെറ്റിപ്പോകുന്നുണ്ടോ എന്നൊക്കെ തോന്നിയാൽ ഞാനൊരു ടെസ്റ്റ് നടത്തും. ഞാൻ വിചാരിക്കും, ജീസസ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കണോ? ആ മനുഷ്യനും ഞാൻ ഇഷ്ടപ്പെടുന്ന ആ മനുഷ്യനും വന്ന് നിൽക്കണോ? ഞാൻ ആരുടെ അടുത്തേക്കായിരിക്കും ആദ്യം ഓടിച്ചില്ല? ഡെഫിനറ്റ്ലി ജീസസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ ജീസസിനേക്കാൾ കൂടുതൽ അയാളെ സ്നേഹിക്കുന്നില്ല, സമാധാനം. അങ്ങനെ ഞാൻ കമ്പയർ ചെയ്ത് പോലും ഞാനിത് വിടാതെയും നോക്കിയിട്ട്, കാരണം എനിക്ക് ജീസസ് മതി. അത് നിറവാണ്. കാരണം ഏറ്റവും നല്ല സുന്ദരൻ, ഏറ്റവും വലിയ പണ്ഡിതൻ, എല്ലാ കഴിവുള്ളവൻ, ഏറ്റവും വലിയ ധനികൻ, ഇനി ഇതിൽ കൂടുതൽ എന്താണ് ആഗ്രഹിക്കാനുള്ളത്? ഇതാണ് ഞാനൊരു കസറ്റ് ഇറക്കാൻ വേണ്ടി, പ്രാസിമയുടെ കസറ്റ് ഇറക്കാനുള്ള ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോയപ്പോൾ അവിടെ ഒരു മുരളി എന്ന് പറഞ്ഞ്, അവനിപ്പോൾ കേട്ടാൽ അവന് ചിരി വരും. അവൻ എൻ്റെ പുറകെ നടക്കുമായിരുന്നു. അവനിങ്ങനെ എല്ലാ നേരവും എൻ്റെ പിന്നാലെ ഇങ്ങനെ. ഞാൻ മഴയത്തും കൂടെ ഞാൻ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അവൻ കുടയും കൊണ്ടുവന്നു. അവൻ്റെ കുടയിൽ എന്നെ നിർത്തിക്കൊണ്ടുപോയി. ഫുൾ ടൈം എന്നെ വാച്ച് ചെയ്ത് എന്നെ പിന്നാലെ നടക്കുക. ഞാൻ കന്യാസ്ത്രീ ഉടുപ്പിലാണ്. ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഇതെന്താ ഇതിങ്ങനെ എന്നെ ഇത്രയും, നമ്മൾ സ്റ്റോക്കിംഗ് എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ എൻ്റെ പുറകെ നടക്കണേ? അപ്പോൾ അവൻ പറഞ്ഞു, ഇഷ്ടം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഇതെപ്പോൾ തുടങ്ങി? അപ്പോൾ അവൻ കണ്ടപ്പോൾ തുടങ്ങി.
എൻ്റെ ആത്മസുഹൃത്തായിട്ട് ഞാൻ കണ്ടെത്തി എന്നൊക്കെ. കല്യാണം കഴിച്ച ഭാര്യയും ഒക്കെ ഉള്ളതാണ് കേട്ടോ. പാട്ടൊക്കെ എഴുതും, നമുക്കൊക്കെ അറിയാവുന്ന ആളാണ്. അല്ല സോറി, മുരളിയല്ല കേട്ടോ, മുരളി അവിടുത്തെ ഓർക്കസ്ട്രേഷന് വന്നാണ്. ഇത് ഗോപിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ പുലർച്ചെ ഒരു 1 മണി 2 മണി 3 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ പോകാൻ പറ്റുക. അവിടെ നിന്ന് ഞങ്ങൾ വലിയൊരു മടത്തിൽ പോയി അവിടെ ഒരു ഹാളിലാണ് കിടക്കുക. അപ്പോൾ ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇവന് പിന്നാലെ ഈ പ്രണയമായി നടന്നതൊക്കെ ഓർമ്മ വന്നിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ, അവിടെ ഒരു ഉണക്കക്കുരിശാണ്, അല്ലാണ്ട് ജീസസിൻ്റെ പടമൊന്നുമില്ല. ആ കുരിശിലേക്ക് ഞാനിങ്ങനെ നോക്കിയിട്ട് ജീസസിനോട് പറഞ്ഞു, ജീസസേ, എനിക്ക് എന്തിനാ ഇങ്ങനെ ഇവനോട്, ഈ ഗോപിയോട് ഇങ്ങനെ ഒരു പ്രണയം പോലെ തോന്നണേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത്ര നല്ല സുന്ദരൻ, ഇത്ര നല്ല ധനികൻ, ഇത്ര നല്ല പണ്ഡിതൻ എല്ലാമുള്ള നീ എൻ്റെ സ്വന്തമായുള്ളപ്പോൾ പിന്നെ എന്തിനാ എനിക്ക് വേറൊരു പുരുഷൻ? അത്രയും അത് ഞാൻ പറഞ്ഞപ്പോഴുണ്ടല്ലോ, കുറച്ച് കാലമായിട്ട് എനിക്ക് ഈശോയുമായുള്ള ബന്ധം വരേണ്ടതായിരുന്നു. കുറച്ച് നാളുകളായിട്ട് എനിക്ക് എന്തോ പ്രെയർ ഹാളിൽ പോയിരിക്കുമ്പോൾ ഈശോ നീ ആരാ ഞാനാരാ എന്നുള്ള പോലെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്തു കുറച്ച് കാലം. അപ്പോൾ ഞാൻ ഒരു സിസ്റ്ററോട്, എൻ്റെ ഒരു സ്പിരിച്വൽ ഫ്രണ്ടായിട്ടുള്ള സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്കിപ്പോൾ ഈശോയിനെ ഒന്നും തോന്നുന്നില്ല, പോയിരിക്കുമ്പോൾ ഒരു വരൾച്ച, ഒരു വരണ്ട ഒരു അവസ്ഥ. അപ്പോൾ നീ ആ പ്രെയർ ഹാളിൽ എന്നാലും പോയിരുന്നിട്ട് കുറേ നേരം ആ കുരിശുമ്മ നോക്കിയിരിക്കേ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ദിവസത്തിന് വേണ്ടി ദൈവം എന്നെ വരൾച്ചയിലൂടെ കൊണ്ടുപോയതാണ്. ഞാനത് പറഞ്ഞ സമയത്ത് ഒരു അരുവി പോലെ സ്നേഹപ്രവാഹം എൻ്റെ ഉള്ളിലേക്ക്, പ്രണയപ്രവാഹം എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ എന്തോ ഒരു നിർവൃതി അനുഭവിക്കുകയായിരുന്നു. ഒരു മണവാളൻ മണവാട്ടി, ഒരു സ്നേഹത്തിൻ്റെ നിർവൃതി ആ പുലർച്ചെ 3 മണിക്ക് ആ വരണ്ട കുരിശനെ നോക്കി കിടന്നപ്പോൾ എനിക്ക് വന്നു. അതിൻ്റെ ഉറവ പൊട്ടിക്കാനായിരിക്കാം ഈ ഗോപിയെ ദൈവം നിയോഗിച്ചത്. പിന്നെ അങ്ങോട്ട് പ്രണയം എന്ന് പറഞ്ഞാലില്ലേ, പ്രണയപ്രവാഹമാണ്. എനിക്കിങ്ങനെ എല്ലാ നേരവും ജീസസ് എൻ്റെ കൂടെ നടക്കുന്നതായിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ പിശാചാണെന്നും റൈറ്റ് സൈഡിൽ ദൈവമാണെന്നും ഒക്കെയാണ് നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു തന്നെ. ഇതെന്താ നീ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിൽക്കണേ? അതെനിക്ക് ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ ജീസസെന്ന് എനിക്കറിയാം. അത് അമ്മത്തരശ്ശേരി പുസ്തകത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു ഇരുട്ടുള്ള റൂമിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കറിയാം ജീസസ് അവിടെ ഉണ്ടെന്ന് ആ റൂമിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് അമ്മത്തരശ്ശേരി എഴുതിയിട്ടുള്ളത് ആഭ്യന്തരഹർമ്മ്യത്തിൽ. നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് അത് മനസ്സിലായെന്ന്. അത് നമുക്കൊരു ഇരുട്ടുമുറിയിൽ ഒരാൾ നമ്മുടെ പുറകിൽ വന്നാൽ വിളിച്ചില്ലെങ്കിലും നമുക്കറിയാലോ ഒരാളുടെ പ്രസൻസ് ഉണ്ടെന്ന്. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ജീസസ് ഉണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ എനിക്ക് വായിക്കുമ്പോൾ നന്നായി മനസ്സിലായി തുടങ്ങി. ആദ്യം ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായിണ്ടായില്ല. പക്ഷേ ഈ അനുഭവം കിട്ടിയതിൽ പിന്നെ ഈവൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഈശോയ്ക്ക് സീറ്റിൽ സ്ഥലമുണ്ടോ എന്ന് വരെ നോക്കും. ഈശോൻ്റെ കൂടെയുണ്ട്, അപ്പോൾ ഈശോയ്ക്കും ഇരിക്കേണ്ടേ, ഈശോയ്ക്ക് പ്രത്യേകിച്ച് സ്ഥലം വേണ്ടല്ലോ. പക്ഷെ അങ്ങനെ എവറി സെക്കൻഡ്, എവറി മൈന്യൂട്ട് സെക്കൻഡ് ഞാൻ ഈശോ എൻ്റെ കൂടെ നടക്കുന്നതായിട്ട് അതൊരു കാലഘട്ടമുണ്ടായി. കുറച്ച് കാലങ്ങൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ്, അതൊരു ഭയങ്കര നിർവൃതിയാണ് കേട്ടോ. അത് എപ്പോഴൊന്നും കിട്ടില്ല. അത് ഞാൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു തിന്മയുടെ ചിന്തയുമില്ല. ഒരു ധ്യാനമുണ്ടായിരുന്നു. ഞാൻ കൊലയിൽ ആ സമയത്ത് ചെന്നപ്പോൾ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ എനിക്ക് ഈ അനുഭവം കിട്ടിയില്ല. ധ്യാനത്തിന് തലയിൽ കൈവച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഓ എന്താണിപ്പോൾ ഫീൽ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഈശോയുടെ സ്നേഹം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അപ്പം അത്തരം ശാരീരികമായപ്പോൾ ഞാൻ ആമേനിൽ എഴുതിയേ, ശാരീരികമായി പോലും ഞാൻ ഈശോയുടെ പ്രസൻസ് അനുഭവിച്ചിട്ടുണ്ട് എന്ന്. ആ വരി ഞാൻ ഈ അനുഭവങ്ങളെ വെച്ചിട്ടാണ് എഴുതിയത്. ശാരീരികമായി എന്ന് പറഞ്ഞാൽ എനിക്ക് കുർബാന കാണാനൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈശോ ചാടി വീണതുപോലെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ഞാനിങ്ങനെ നെഞ്ചത്ത് കൈ പിടിച്ച്, ഈശോ എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശോയെ, നീ പൊയ്ക്കോ, എൻ്റെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല നിന്നെ എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ബൈബിളിൽ ഒരു ഭാഗമുണ്ട്, പത്രോസ്ലിയ മീൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മീനും കിട്ടാതെ ഇരുന്നപ്പോൾ ഈശോ പറഞ്ഞു വലതുവശത്തേക്ക് വലയിടുക. വലതുവശത്തേക്ക് വലയിട്ട് വല വലിച്ചു കയറ്റിയപ്പോൾ ആ വല നിറച്ച് മീനായപ്പോൾ ഈശോയോട് പത്രോസ് പറയുന്നുണ്ട്, അയ്യോ ഈശോയെ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നിൽ നിന്ന് അകന്നു പോ. അതെനിക്ക് മനസ്സിലായി. ആ അനുഭവം അതുവരെ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. എന്താ ഈശോയോട് പോകാൻ പറയണേ ഈ പത്രോസ് എന്നാണ് അന്ന് ചിന്തിച്ചത്. പക്ഷെ ഞാനും അങ്ങനെ പറഞ്ഞു പോയി. എനിക്ക് പറ്റുന്നില്ല ഈശോ, എൻ്റെ ഹൃദയത്തിൽ നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശാരീരികമായി പോലും എനിക്ക് അനുഭവപ്പെട്ടു. ഇത് ഞങ്ങൾ
ഹോപ്കിൻസിൻ്റെ പോയം ദ റെക്ക് ഓഫ് ദ ഡോയ്ച്ച്ലാൻഡ് എന്നുള്ള പോയം സിസ്റ്റർ ക്രിസലോഗ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ആ പോയറ്റ് ചെന്ന് സക്രാരിയുടെ മുന്നിലിരുന്നപ്പോൾ ഈശോ ഹൃദയത്തിലേക്ക് ചാടി വീണു, വയറുളുക്കിപ്പോയി. മിഡ്രിഫ് എസ്ട്രെയിൻ എന്നാണ് അവനെ എഴുതിയിരിക്കുന്നത്. അവൻ സ്പ്രങ് റിതം കണ്ടുപിടിച്ച പോയറ്റാണ്, അച്ഛനാണ്, വൈദികനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ വയറ് ഉളുക്കിപ്പോയി എന്ന്. ഇത്ര വലിയ ദൈവം ഹൃദയത്തിലേക്ക് ചാടി വീണപ്പോൾ വയറ് ഉളുക്കിപ്പോയി എന്ന് പറഞ്ഞത് പഠിച്ചത് ഞാനത് അനുഭവിച്ചു. എൻ്റെ ഉള്ളിലേക്ക് ദൈവം ചാടി വീഴുമ്പോൾ എൻ്റെ വയറുളുക്കിപ്പോയ ശാരീരികമായി പോലും ഞാൻ ആ പ്രസൻസ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പുറത്തിറങ്ങി ആമേൻ എഴുതിയ ആ വരി എഴുതിയതിനെക്കുറിച്ച് ചില യൂത്ത് സാഹിത്യ അക്കാദമിയിലെ ഹാളിൽ എന്നെ എണീറ്റ് നിന്ന് ചോദ്യം ചെയ്തു, സിസ്റ്ററെ എന്താണ് ഈ ശാരീരികമായി അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലത് സെക്ഷുവലായിട്ടുള്ളൊരു അനുഭവമാണെന്ന് അവരങ്ങനെയാണ് അവർ ഇൻ്റർപ്രറ്റ് ചെയ്തത്, തെറ്റിപ്പോയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ശാരീരികമായി എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങൾ സെക്സാണോ ഓർക്കുക? ശാരീരികമായി എന്ന് പറഞ്ഞാൽ നമുക്ക് വയറുവേദന എടുത്താൽ അത് ശാരീരികമായിട്ടല്ലേ നമ്മൾ അനുഭവിക്കുക? അതെന്ത് നിങ്ങൾക്കതിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് വഴി വന്നതെന്ന് വരെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ അതൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മുടെ ഷാജിയൻ കരുൺ 25 പേരെ ഇന്ത്യയിലെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആൾക്കൊരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ 25-ൽ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഗുരുവായൂരുള്ള എൻ്റെ പാവപ്പെട്ട ഫ്ലാറ്റിലേക്ക് 3 നില കയറിയിട്ടുള്ള ഒരു ഇടുങ്ങിയ ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിലേക്ക് വന്ന് എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഷാജിയൻ കരുൺ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സിസ്റ്റർക്കുണ്ടായ ആ ദൈവാനുഭവം കണ്ണടച്ചിരുന്ന് ഈ ക്യാമറയിൽ നോക്കിയിരുന്ന് അത് വീണ്ടും ഒന്ന് അനുഭവിക്കാൻ. സത്യത്തിൽ ഞാൻ ആ 5 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ വീണ്ടും ആ നിർവൃതിയിലൂടെ ഒന്ന് കടന്നുപോയി. അതിന് ശേഷം ആൾ പറഞ്ഞു മതി, അവസാനിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്ക് ഇതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതിന് ഒരു അവസരം തരികയായിരുന്നു അന്ന് ഷാജിയൻ കരുൺ. മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് ഈ ഷാജിയൻ കരുൺ എന്ന് പറഞ്ഞു. അന്ന് ജയലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇത്ര വലിയ ആളാണോ സിസ്റ്റർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരണേന്നൊക്കെ ചോദിച്ചു ആദരവോടെ നിന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പിന്നീട് ഞാൻ പ്രണയസ്മരണ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം, എൻ്റെ 5-മത്തെയോ 6-മത്തെയോ ഒരു പുസ്തകമാണ് പ്രണയസ്മരണ. അതിൽ ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ എന്നെ പുനരവതരിപ്പിച്ച് ഈശോയുടെ പുറകെ പ്രണയത്തിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ ഒരു മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പറഞ്ഞു, സിസ്റ്റർ എന്തൊരു ഭാഷയാണതിലെ, അതിലെ പ്രണയഭാഷ ഞങ്ങൾക്കാർക്കും ഇതുവരെ എഴുതാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ച് നാളുകളായി ആഗ്രഹിക്കുന്നു. അതെന്തായാലും ചെയ്തിരിക്കും. എല്ലാ പള്ളികളുടെയും കൂടെ ഓരോ പള്ളിക്കൂടം ഉണ്ടാകണം. അദ്ദേഹം പറയുന്നത് പാപത്തിൽ നിന്ന് മാറണമെങ്കിൽ, ഒഴിഞ്ഞു മാറണമെങ്കിൽ അവിടെ അറിവ് വരണം. എന്നിട്ട് അദ്ദേഹം അടുത്ത പറഞ്ഞ വരിയാണ് ഇമ്പോർട്ടൻ്റ്, പള്ളിക്കൂടമില്ലാത്ത പള്ളികളെല്ലാം അടച്ചുപൂട്ടണം.